ഇതാണ് ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന. ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന ഇതാണ്. അതാണ് ഈ നൈറ്റ് വിജിലൊരു മധ്യസ്ഥ പ്രാർത്ഥന കൂടിയാണ്. പക്ഷെ എന്താണ് ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന? ഈശോയുടെ വേദനകളോടൊപ്പം നമ്മുടെ വേദനകളെ ചേർക്കുമ്പോൾ ഈശോയുടെ സഹനം ലോകം മുഴുവനെയും രക്ഷയ്ക്ക് കാരണമായെങ്കിൽ അതോടൊപ്പം നമ്മുടെ സഹനം എന്തായിട്ട് മാറുന്നു? നമ്മുടെ സഹനം ലോകം മുഴുവൻ്റെയും രക്ഷ. നമ്മൾ ഒരാളുടെ വിശുദ്ധീകരണം മാത്രമല്ല, ലോകം മുഴുവൻ്റെയും വിശുദ്ധീകരണം. ആ അർത്ഥത്തിലാണ് കൊച്ചു ത്രേസ്യയും മറ്റും പറയണത്, ഒരു ചെറിയ സഹനമായാലും അതിന് വളരെയധികം വിലയുണ്ട്. എപ്പോഴാണ് അതിന് വില വരുന്നത്? ഈശോയുടെ സഹനത്തോട് ചേർക്കുമ്പോഴാണ്. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനം. ഫിലിപ്പിയർ 1-ാം അധ്യായം 29-ാമത്തെ വചനം പറയുന്നതാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, എല്ലാവരും അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഒന്നും കൂടി എല്ലാവരും ഏറ്റു പറഞ്ഞേ, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം. കണ്ടോ, സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം. ഇതാരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹമാണ്, സഹനം ഒരു അനുഗ്രഹമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? നമ്മൾ സഹനത്തെ പഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇത് പോകുന്നില്ലാനും, ഇല്ലേ? കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ഇതങ്ങ് ഇപ്പോൾ ഈ അരമണിക്കൂർ സമയം കൊണ്ട് നമുക്കൊരു അനുഭവമായോ? ഇപ്പം നമ്മളുടെ കെട്ടുകേസ് കുറേ ഉണ്ട്, അത് ഇനിയിപ്പോൾ നമുക്ക് നാളെ മറ്റന്നാളും ഒക്കെ സമർപ്പിക്കാമെന്നുള്ള നല്ലൊരു ബോധ്യമാണ്. ചിലവർക്ക് കുഞ്ഞുനാൾ മുതലേ സഹനമായിരിക്കും, കുഞ്ഞുനാൾ മുതലേ, പ്രത്യേകിച്ച് കന്യാസ്ത്രീമാർക്ക്. എന്തുകൊണ്ടാണെന്നറിയോ? നിന്നെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. എന്തിനു വിളിച്ചിരിക്കുന്നു? നിന്നെ ഒരു കോൺസെക്രേറ്റഡ് അഭിഷിക്തയാകാൻ വിളിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഈശോയുടെ സഹനത്തിൻ്റെ പങ്കാളിയാകാൻ വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇതിപ്പോൾ സിസ്റ്റേഴ്സിന് മാത്രമല്ല, നമ്മളെല്ലാവർക്കും പലതരത്തിൽ കുഞ്ഞുനാളിലെ സഹനം ഉണ്ടായിട്ടുള്ളവരുണ്ട്. ഈശോയുടെ തന്നെ ജീവിതം അങ്ങനെയായിരുന്നു. ഈശോയുടെ ജീവിതത്തിൽ കുഞ്ഞുനാളിലേ തന്നെ ഈശോ സഹിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ രാജകുമാരനെ ഗർഭം ധരിച്ച് എവിടെയാണ്? ഒരു കൊട്ടാരത്തിലാണോ പ്രസവിച്ചത്? എവിടെയാണ് പ്രസവിച്ചത്? ഒരു കാലിത്തൊഴുത്തിൽ. കണ്ടോ, ആ കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ഈശോയെ അല്പ ദിവസത്തിനോ മണിക്കൂറുകൾക്ക് ശേഷം കർത്താവ് ഔസേപ്പിതാവരോട് പറയാണ്, വേഗം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പലായനം ചെയ്യുക. ഈ പലായനം ചെയ്യുക എന്നത് നമ്മളെല്ലാം പഠിച്ചേക്കുന്നത് ഹെറോദേസ് കുഞ്ഞിനെ കൊല്ലാൻ അന്വേഷിക്കുകയാണ്, അതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് ഓടുക എന്നുള്ളതാണ് ഒരു വശത്ത് എഴുതിയിരിക്കുന്നത്. എങ്കിലും ഞാൻ ഈജിപ്തിൽ ചെന്നപ്പോൾ, നമ്മുടെ ഹോളി ലാൻഡ് ടൂറിൻ്റെ ഭാഗമായിട്ട് ഈജിപ്തിൽ ചെന്നപ്പോൾ, ജെറുസലേമിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള യാത്ര, ബത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള യാത്ര ഭയാനകമായ യാത്രയായിരുന്നു. ഇന്ന് നമ്മൾ എയർ കണ്ടീഷൻ വണ്ടിയിലാണ് പോകുന്നതെങ്കിലും ഈ കുന്നും മലയും മരുഭൂമിയും. അപ്പോൾ നമ്മൾ ചിന്തിച്ചു, ആ കാലഘട്ടത്തിൽ ഇന്നത്തെ അവസ്ഥയേക്കാൾ എന്തോ ഒരു ഭയാനകമായ അവസ്ഥയായിരുന്നു അന്ന്. അവിടെ മാതാവും ഔസേപ്പിതാവും ഉണ്ണിയെയും കൊണ്ട് ആദ്യം ചെന്ന സ്ഥലത്തൊരു ദേവാലയമുണ്ട്. അവിടെ ഒരു കിണറുമുണ്ട്. അവർ വെള്ളം കോരി കുടിച്ചിരുന്ന ആ കിണറെന്ന് പറയപ്പെടുന്ന കിണർ ഇപ്പോഴുണ്ട്. അവിടെ വെച്ച് എന്നോട് കർത്താവ് പറയാണ്, നീ എന്താ വിചാരിച്ചേ,
ഞങ്ങൾ ഈ ഹെറോദേസിനെ പേടിച്ചിട്ടാണ് ഇവിടെ വന്നതെന്ന് വിചാരിച്ചേ? ഹെറോദേസിനെ പേടിക്കേണ്ട ആവശ്യം എന്താ? അപ്പോഴാണ് എനിക്ക് പിന്നെ പെട്ടെന്ന് തോന്നിയത്, അവിടെ യോഹന്നാൻ മൗണ്ടാനെയും കുഞ്ഞായല്ലേ, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാനാണ് ഉത്തരവ്. അപ്പോൾ യോഹന്നാൻ മൗണ്ടാനെയും കൊല്ലേണ്ടതായിരുന്നില്ലേ? അപ്പോൾ യോഹന്നാൻ മൗണ്ടാനയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു കല്ലിൻ്റെ പുറകിൽ മാലാഖ കുഞ്ഞിനെയും കൊണ്ട് ഒളിച്ചിരുന്ന ഒരു ഭാഗം കാണിച്ചു. അപ്പോൾ യോഹന്നാൻ മൗണ്ടാനെ ഒളിച്ചെങ്കിൽ എന്തുകൊണ്ട് ഈശോ മിശിഹായെ കുഞ്ഞിനെ ഒളിപ്പിച്ചില്ല? അപ്പോഴെന്നോട് പറയാണ്, ഞങ്ങളെ ഹെറോദേസിനെ ഭയന്നിട്ടല്ല ഞങ്ങളിവിടെ വന്നത്. തൻ്റെ ജനത്തിൻ്റെ, ഇസ്രായേൽ ജനത്തിൻ്റെ 400 സംവത്സരത്തെ കഠിനമായ സഹനത്തിൻ്റെ ആ സഹനത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. പ്രൈസ് ദ ലോർഡ്. ടു റീലിവ് ദ എക്സോഡസ് എന്നാണ്. പിന്നെ ഞാനത് നമ്മുടെ ബൈബിൾ കമൻട്രിയിൽ നോക്കിയപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ടു റീലിവ് ദ എക്സോഡസ്. ആ സഹനവും അതിനുശേഷം അവിടെ നിന്നുള്ള അവരുടെ ആ പുറപ്പാടും അതിൽ പങ്കാളിയാകാൻ വേണ്ടിയാണ് അവിടെ വന്നത്. അത് എനിക്കങ്ങ് മനസ്സിലായ ഉടനെ ഭയങ്കര ഒരു സന്തോഷം എൻ്റെ ഉള്ളിലങ്ങ് ഉദിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, അവൻ വീണ്ടും ഇവിടെ വരണം. പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. വീണ്ടും എനിക്ക് ഈജിപ്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈജിപ്റ്റ് 400 വർഷത്തെ പീഠാനുഭവത്തിൻ്റെ തലം ആണോ? ആ പീഠാനുഭവത്തിൽ പങ്കുചേരാൻ വേണ്ടി യേശുവിനെ പിതാവ് മാതാവിനോടുമൊപ്പം അവിടെ കൊണ്ടുപോയി. അങ്ങനെ ആ രാജ്യം മുഴുവനും അവരെ എന്തെല്ലാം അവിടെ ചെയ്തോ ആ പ്രദേശം എല്ലാം ഇവർ കറങ്ങി, വേദനിച്ചു, സഹിച്ചു, കഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് ബത്ലഹേം ജെറുസലേമിലേക്ക് വീണ്ടും വന്നത്. അപ്പോൾ എന്ന പോലെ ബൈബിളിൽ മുഴുവൻ ഈ ഒരു ആശയമാണ്. ജോസഫ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ജോസഫിൻ്റെ അടുത്ത് ജോസഫിനെ തൻ്റെ സ്വന്തം സഹോദരന്മാർ കുഴിയിലിട്ടു, കൊല്ലാൻ നോക്കി. അവസാനം എന്ത് ചെയ്തു? യേശുവിനെ വിറ്റ പോലെ ജോസഫിനെ ഈജിപ്തുകാർക്ക് അടിമയാക്കി വിറ്റു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സഹോദരനെ എന്തോ ഒരു ഭീകരമായ രീതിയിലാണ് അവർ പെരുമാറിയത്. അതിനുശേഷം ജോസഫ് ഈജിപ്തിൽ വന്നു. അവിടെയും ജോസഫ് വഞ്ചിക്കപ്പെട്ടു. ജോസഫിനെ ഇതാ ജയിലിൽ അടച്ചിരിക്കുന്നു. ജോസഫിനെ ജയിലിൽ അടച്ചതിനെക്കുറിച്ച് എൻ്റെ സരസമായൊരു ചിന്ത, ജോസഫ് ഒരു മിണ്ടാമടത്തിൽ കയറിയ മാതിരിയായി. ഇല്ലേ? ഒരു കൊവേന്തയുടെ അകത്ത് വാ. ഇനി ജോസഫിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ജോസഫ് അവിടെ ഇരുന്ന് പ്രാർത്ഥനയായി. ജോസഫിന് ദൈവവുമായിട്ടുള്ള ഐക്യം വളരെ ശക്തമായി. ജോസഫിൽ കരിസ്മാറ്റിക് വരദാനങ്ങൾ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. പണ്ടേ തന്നെ ജോസഫ് ഒരു സ്വപ്നക്കാരനായിരുന്നു. ഇപ്പോൾ ഇതാ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ പടപടേന്ന് കിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് ബാക്കിയുള്ളത് നമുക്കറിയാമല്ലോ. അങ്ങനെ ഫറവോയിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആ നാട്ടിൽ ആരുമില്ല. ആ രാജകൊട്ടാരത്തിലെ ജ്ഞാനികൾ ആർക്കും രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് രാജാവിൻ്റെ പാനപാത്രവാഹകൻ, ജയിലിലായിരുന്ന ആൾ, അവൻ പറയാണ്, എനിക്കൊരാളറിയാം, പക്ഷെ അവൻ തടവറയിൽ കിടക്കുകയാണ്. അവൻ എൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു. ഉടനെ ഫറവോ പറഞ്ഞു, അവനെ കൊണ്ടുവരൂ. കണ്ടോ, രാവിലെ തടവറയിൽ കിടന്ന ജോസഫ്
വൈകുന്നേരം എവിടെ എത്തിയിരിക്കുന്നു? കൊട്ടാരത്തിൽ രാജസന്നിധിയിൽ വരികയും യോസഫ് പറഞ്ഞു, ഇതെൻ്റെ കഴിവൊന്നുമല്ല, ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്ന ജ്ഞാനമാണത്, എന്തെങ്കിലും ആവട്ടെ, നീ പറയ്. അങ്ങനെ രാജാവിൻ്റെ അല്ലെങ്കിൽ ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ നമുക്കറിയാം കാര്യമെല്ലാം. ഫറവോ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഈ ജോസഫിനെ പോലെ ഇത്രയും ജ്ഞാനിയായ മറ്റൊരുവനെ ഈ ഈജിപ്തിൽ നമുക്ക് കാണാൻ പറ്റുമോ? അതുകൊണ്ട് എൻ്റെ മുദ്രമോതിരം ഇവനെ ഞാൻ അണിയിച്ചുകൊണ്ട് ഇവനെ ഈ രാജ്യത്തിൻ്റെ സർവാധിപതിയാക്കുന്നു. പ്രൈസ് ദ ലോർഡ്. രാവിലെ തടവറയിൽ കിടന്ന ജോസഫ് വൈകുന്നേരം പ്രൈം മിനിസ്റ്ററായി മാറിയിരിക്കുന്നു. പ്രമോഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ വേണമെങ്കിൽ ഇതൊന്ന് നോക്കിക്കോ, ജ്ഞാനമാണ്. എന്തിനു പറയണു? ഈ പറഞ്ഞ പോലെയെല്ലാം ക്ഷാമകാലം സമൃദ്ധികാലം വന്നപ്പോൾ ജോസഫ് സമൃദ്ധി ശേഖരിച്ചു. ക്ഷാമകാലം വന്നപ്പോൾ അതിൽ നിന്ന് ചെലവഴിക്കാൻ തുടങ്ങി. ജോസഫ് ഫറവോയുടെ മകളെ കല്യാണം കഴിച്ചു, വളരെ സമൃദ്ധിയിൽ. അപ്പോഴാണ് തന്നെ പീഡിപ്പിക്കുകയും തന്നെ കൊല്ലാൻ നോക്കുകയും തന്നെ ഈജിപ്തുകാർക്ക് വിൽക്കുകയും ചെയ്ത തൻ്റെ സഹോദരന്മാർ ഇതാ ഭിക്ഷപാത്രവുമായിട്ട് തൻ്റെ മുമ്പിൽ വരുന്നു. ആ ഒരു സീൻ, ആ ഒരു രംഗം നമ്മൾ ഓർക്കുമ്പോൾ, വായിക്കുമ്പോഴെല്ലാം നമുക്ക് സങ്കടം തോന്നാറില്ലേ? ജോസഫ് കരഞ്ഞു, നമ്മൾ കരയാറുണ്ട്. എന്തോ ഒരു ചരിത്രമാണത്. അതിൻ്റെ അവസാനത്തിലേക്ക് പോകാം. അതിൻ്റെ അവസാനം ജോസഫ് അവരെല്ലാവരെയും കൂടി ഒരു മുറിയിൽ കൊണ്ടുവന്നിട്ട് വെളിപ്പെടുത്താൻ പോവുകയാണ്. ജോസഫ് പറയാണ്, ഞാൻ നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. ഇവരെല്ലാവരും ഭയന്നു, കഴിഞ്ഞടാ, ഞങ്ങളുടെ പണി കഴിഞ്ഞു, ഇനി ജോസഫ് ഞങ്ങളെ വെച്ചിരിക്കില്ല എന്ന് ഇവർ തീരുമാനിച്ചു. അപ്പോൾ ജോസഫ് പറയാണ്, നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നന്മയാക്കി മാറ്റിയിരിക്കുന്നു. അതെല്ലാവരും പറഞ്ഞേ, നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നന്മയാക്കി മാറ്റിയിരിക്കുന്നു. നോക്കാം, നമുക്ക് ഇവിടെ ഒരു പുതിയ നിയമം കാണുന്നുണ്ടോ? യേശുവിൻ്റെ പീഡാനുഭവവും ഉത്ഥാനവും ഇതിൽ കാണുന്നുണ്ടോ? അപ്പോൾ ഈ സഹനത്തിൻ്റെ മാധുര്യം, ജോസഫ് എന്തോ ഒരു ഭയാനകമായ സഹനത്തിലൂടെ കടന്നുപോയി. പക്ഷേ അതിനുശേഷം ജോസഫ് പറയാണ്, നിങ്ങളല്ല എന്നോടത് ചെയ്തത്, ദൈവമാണത് ചെയ്തത്. നിങ്ങൾക്കും നമുക്കെല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി എന്നെ മുൻകൂട്ടി ഇങ്ങോട്ടേക്ക് അയച്ചതായിരുന്നു അത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ താമസിക്കുക. നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കന്നാലികളും ഒക്കെ ഞാൻ സമൃദ്ധമായി നിങ്ങൾക്കെല്ലാം തരാം. സ്നേഹമുള്ളവരെയും, സഹനത്തിൻ്റെ മാധുര്യം, നമ്മളുടെ പ്രിയപ്പെട്ട വിശുദ്ധരാണ് കൊച്ചു ത്രേസ്യയും അൽഫോൻസാമയും. സഹനത്തിൻ്റെ മാധുര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അവർക്ക് മാത്രമല്ല, നമ്മളെല്ലാവരുടെ ജീവിതത്തിലും സഹനം മാധുര്യമാകണം. സഹനം മാധുര്യമാകുന്നത് ഈശോയുടെ സഹനത്തോട് നമ്മൾ ചേർക്കുമ്പോൾ മാത്രമാണ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത്, പലതരത്തിലുള്ള സഹനമുണ്ട്. ഈശോയുടെ കുരിശിനോടൊപ്പമുള്ള 2 കുരിശുകൾ നോക്കുക, അല്ലെങ്കിൽ കാൽവരിയിലേക്ക് നോക്കുക. കാൽവരിയിൽ നോക്കുമ്പോൾ കാണുന്ന നടുവിലെ കുരിശ് ഈശോയുടെ കുരിശാണ്. ആ കുരിശിൽ എന്ത് സഹനമാണ്? അനർഹമായ സഹനമാണ്. ഈശോ പീഡ സഹിച്ചത് ഈശോ ചെയ്ത വല്ല തെറ്റിനെ പ്രതിയാണോ? അതിന് അനർഹമായ സഹനം എന്ന് പറയാം.
എന്നാൽ നല്ല കള്ളൻ അല്ലെങ്കിൽ കള്ളന്മാർ സഹിക്കുന്നതോ അവരും അതേ കുരിശിൽ തന്നെയാണ് കിടക്കുന്നതെങ്കിലും അത് അർഹമായ സഹനമാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്ത ചില തെറ്റുകൾ കൊണ്ടുണ്ടാകുന്ന സഹനങ്ങളുണ്ട്. അതാണ് കള്ളൻ്റെ കുരിശ്. എന്നാൽ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ സഹിക്കേണ്ടി വരുമ്പോഴാണ് യഥാർത്ഥ സഹനം, യേശുവിൻ്റെ സഹനം. അതാണ് സഹിക്കാൻ ഏറ്റവും. ഞാൻ ഒന്നും ചെയ്യാതെ എന്തിനാ എന്നെ ഇതുപോലെ വഴക്ക് പറയുന്നത്? ഞാൻ അറിയാത്ത കുറ്റത്തിന്, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നു. അതാണ് വിശുദ്ധരെല്ലാം മാധുര്യമുള്ള സഹനമാക്കി മാറ്റിയത്. ഇപ്പോൾ കൊച്ചു തെരേസയുടെ ബയോഗ്രഫിയിൽ കാണാം, അല്ലെങ്കിൽ ആ സിനിമ കാണാം. ഒരു നിസാര കാര്യത്തിന് ഒരു ഫ്ലവർ വാസ് താഴെ വീണ് പൊട്ടിച്ചു. സുപ്പീരിയർ കന്യാസ്ത്രീ വന്നത് കണ്ടു, കൊച്ചു തെരേസയെ വഴക്ക് പറിച്ചു. എന്നാൽ കൊച്ചു തെരേസയുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതല്ല അത്. വഴക്ക് പറഞ്ഞു. കൊച്ചു തെരേസയ്ക്ക് പറയായിരുന്നു, എന്തിനെന്നെ വഴക്ക് പറയണത്? ഞാനല്ല ചെയ്തത്. മിണ്ടിയില്ല. എന്ത് ചെയ്തു? ആ സഹനം സ്വീകരിച്ചു. കൊച്ചു തെരേസ്യ ചെയ്ത കുറ്റമല്ലാതെ, പക്ഷേ വഴക്ക് കേട്ടത് കൊച്ചു തെരേസ്യയ്ക്ക്. എന്നാൽ കൊച്ചു തെരേസ്യ ഒരക്ഷരം മിണ്ടിയില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇത് വേറെ ഒരാളുടെ കയ്യിൽ നിന്നാണ് വീണത്, ഇവരല്ല. അപ്പോൾ ഈ അമ്മ പോയിട്ട് പറഞ്ഞ്, ക്ഷമിക്കണം, ഒരു കുഴപ്പമില്ല. അപ്പോൾ കൊച്ചു തെരേസ്യയ്ക്ക് ഭയങ്കര മാധുര്യമായിരുന്നു അത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനർഹമായ സഹനം എവിടെയുണ്ടോ അത് സ്വീകരിക്കാനൊരു തീഷ്ണത കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ജ്ഞാനം. അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അത് ജ്ഞാനമാണ്. അത് തിരസ്കരിക്കുകയാണെങ്കിൽ അത് വിഡ്ഢിത്തരമാണ്, തിഡ്ഢിത്തരം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, crucified Christ is the power and wisdom of God. നമ്മുടെ ജീവിതത്തിൽ നിസാര കാര്യമല്ല, പക്ഷെ ഇപ്പം നിസാരമാണെന്ന് തോന്നുന്നു. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ജീവിക്കുന്ന ക്രിസ്തുവാണ്, ജീവിക്കുന്ന ക്രിസ്തുവാണ്. അതാണ് ആ തിരുഹൃദയത്തെ നമ്മൾ കാണേണ്ടത്. തിരുഹൃദയവും മാതാവിൻ്റെ ഹൃദയവും രണ്ടും കൂടി വെച്ചിട്ടുള്ള പടം നിങ്ങൾ നോക്കണം. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നറിയോ? തിരുഹൃദയത്തിൽ ഒരു മുൾമുടിയാണ് ആ ഹൃദയത്തും ചുറ്റിയിരിക്കുന്നത്. മാതാവിൻ്റെ ഹൃദയത്തും എന്താ ചുറ്റിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ? പൂക്കളാണത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ മാതാവിൻ്റെ ഹൃദയം പോലെ ആക്കും. മാതാവിനെ സംബന്ധിച്ചും പറഞ്ഞതെന്താ? നിൻ്റെ ഹൃദയത്തിൽ ഒരു വാള് കയറും. അപ്പോൾ ഇത് നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ കയറാനിരിക്കുന്ന ഒരു വാള് തന്നെയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ സാവധാനം വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഈ രക്ഷയുടെ പൂർണ്ണ അനുഭവം ഉണ്ടാകുന്നതിന് ഈശോ നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ എഴുന്നള്ളി വരുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ഇവിടെ നേരത്തെ പരാമർശിക്കുകയുണ്ടായി, നമ്മൾ ഈ നൊയമ്പ് കാലമെല്ലാം കഴിഞ്ഞ് ഉയർപ്പിലേക്ക് വന്നു. ആ ഓശാന ഞായറാഴ്ചയിലത്തെ കാര്യമാണ്. അതും ഈ സഹനത്തോട് ബന്ധപ്പെട്ട് വേണം നമ്മൾ കാണാൻ. എന്താണ് ഓശാന ഞായറാഴ്ച നമ്മൾ ആഘോഷിച്ചത്? സിയോൻ പുത്രി സന്തോഷിച്ചാനന്ദിക്കുവിൻ. എല്ലാവരും ഏറ്റു പറയാം, നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതപ്പുറത്ത് നിന്റെ അടുക്കലേക്ക് വരുന്നു. സാധാരണ രാജാവ് പ്രജകളുടെ അടുത്തേക്ക് വരുമോ, അതേ പ്രജകൾ രാജാവിൻ്റെ അടുത്തേക്ക് പോവോ? പ്രജകൾ രാജാവിൻ്റെ അടുത്തേക്ക് പോകും. എന്നാൽ നമ്മുടെ രാജാവ് രാജകൊട്ടാരത്തിൽ ഇരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, കുതിരപ്പുറത്ത് സവാരി ചെയ്യാനല്ല ആഗ്രഹിച്ചത്, കഴുതപ്പുറത്ത്
വിനയാന്വിതനായി നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മുടെ അടുത്തേക്ക് വരുന്നു. അതാണ് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ രാജാവ് നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. നമ്മൾക്ക് രാജ്യം സംസ്ഥാപിതമാക്കാൻ വരുന്നു. സമാധാനത്തിൻ്റെയും രാജ്യം. അതാണ് അവൻ രഥവും കുതിരയും അകറ്റി പടവിലൊടിക്കും. അവൻ സമാധാനത്തിൻ്റെ രാജാവായിരിക്കും. നമുക്ക് മുട്ടുകുത്തി ഈശോയെ, ഈ രാജാവിനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ബോധ്യത്തോടെ, ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുത്തേക്ക് വരുന്നു, നമ്മൾ ഓരോരുത്തരുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ള ആ വലിയ ആശയത്തെ ഉൾക്കൊള്ളുകൊണ്ട് എഴുന്നള്ളുന്നു രാജാ. രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് രാജാവിനെ ഹല്ലേലൂയ പാടി, ഓശാന പാടി നമുക്ക് കേൾക്കാം, എതിരേൽക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കഴുതപ്പുറത്ത് വന്ന രാജാവ്, ഈശോയെ ആരാധന ആരാധന വിനയാന്വിതനായ രാജാവ്, ഈശോയെ ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളോടൊപ്പമായിരിക്കുന്ന രാജാവ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉയർപ്പിൻ്റെ കാലഘട്ടമാണ് നമ്മൾ. ഉയർപ്പ് കാലത്താണ് നമ്മളിപ്പോഴും. ഉയർപ്പ് കാലത്തെ പ്രാർത്ഥനകളിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഇതാണ്: By his death he conquered death. By dying he conquered death. By raising he restored life. He has given life to the dead. അവൻ്റെ മരണത്താൽ അവൻ നമ്മുടെ മരണത്തെ ജയിച്ചു, പിശാചിനെ പരാജയപ്പെടുത്തി. അവൻ മരണമടഞ്ഞവർക്ക് ജീവനേകി. തൻ്റെ മരണത്താൽ മരണത്തെ മേൽ വിജയം സ്ഥാപിക്കുകയും പിശാചിനെ പരാജയപ്പെടുത്തി. ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തു.
തൻ്റെ മരണത്തിലൂടെ മരണത്തെ കീഴടക്കി മരിച്ചവർക്ക് അവിടുന്ന് ജീവൻ നൽകി. സീറോ മലബാർ കുർബാനയിലെ ചില കാറോസൂസ പ്രാർത്ഥനകളിലും എല്ലാം ഇതാണ്. തൻ്റെ ഉത്ഥാനത്താൽ അവൻ മരണത്തിൻ്റെ മേൽ വിജയം നേടി പിശാചിനെ പരാജയപ്പെടുത്തി സൃഷ്ടികൾക്ക് പുതുജീവൻ നൽകി. അതിന് ശേഷമുള്ള രാജാവാണ് നമ്മുടേത്. അതെല്ലാം യേശുവിൻ്റെ രാജ്യത്വത്തിൽ എന്താണ് യേശു ചെയ്തത്? 3 കാര്യം. തൻ്റെ മരണത്താൽ മരണത്തെ ജയിച്ചു, പാപത്തിൻ്റെ മേൽ വിജയം നേടി, പിശാചിനെ പരാജയപ്പെടുത്തി, സകല സൃഷ്ടികൾക്കും നവജീവൻ പ്രദാനം ചെയ്തു. അതാണ് ഈ രാജാവ്. രാജാവ് എന്ന് പറയുമ്പോൾ സർവാധിപനാണെന്നും, ലോർഡ് പ്രഭു എന്ന് പറയുമ്പോൾ ഇനി അവൻ്റെ മേലെ ആരുമില്ല, എല്ലാം അവൻ്റെ കീഴെയാണ്. പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. പിശാചിനെ പരാജയപ്പെടുത്താനും ഉന്മൂലനം ചെയ്യാനുമാണ് ഈശോ വന്നത്. പാപത്തെ ഉന്മൂലനം ചെയ്യാൻ ഈശോ വന്നത്. അതാണ് ഗത്സമനിയിൽ മുതൽ ഈശോ അനുഭവിച്ച പീഡാസഹനത്തിലൂടെ സംഭവിച്ചത്. അങ്ങനെ വിജയ പതാകയുമായിട്ടാണ് ഈശോ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ആ വിജയ പതാക കാണുമ്പോൾ മനസ്സിലാക്കണം, ഈശോയുടെ പാർട്ടി വിജയിച്ചു, ഈശോ രാജാവായി വാഴുന്നു. പിശാചിൻ്റെ പാർട്ടി പരാജയപ്പെടുകയും തോറ്റ പാർട്ടിയായി മാറി. അവൻ പിശാചിനെ പരാജയപ്പെടുത്തി. കാറ്റക്കിസത്തിൽ 395 ഖണ്ഡികയിൽ പറയുന്നു, പിശാച് കേവലം ഒരു സൃഷ്ടി മാത്രമാണ്. പിശാചിൻ്റെ ശക്തി അനന്തമല്ല, അവനൊരു സൃഷ്ടി മാത്രമാണ്. പിശാച് ഒരു മാലാഖയായിരുന്നപ്പോഴും ഒരു സൃഷ്ടിയായിരുന്നു. ഈശോയെ നമ്മൾ ആരാധിക്കുമ്പോഴെല്ലാം ഈശോയുടെ മഹത്വത്തെ നമ്മൾ കാണുക. ഈശോയുടെ മഹത്വം ആ ഉയർപ്പിലൂടെ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അടഞ്ഞുകിടന്ന കതകിൻ്റെ അകത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈശോ അതാണിപ്പോൾ നമ്മളോട് പറയുന്നത്. ഞാൻ മരണത്തിൻ്റെ മേൽ വിജയം സ്ഥാപിച്ചു, പാപത്തിൻ്റെ മേൽ വിജയം സ്ഥാപിച്ചു, പിശാചിനെ പരാജയപ്പെടുത്തി, സകല സൃഷ്ടികൾക്കും നവജീവൻ നൽകി കഴിഞ്ഞിരിക്കുന്നു. ആ കൃപ ഒരു റിസർവോയർ പോലെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അത് നമ്മളിലൂടെ ഒഴുകണം. അതാണ് എക്കോണമി ഓഫ് സാൽവേഷൻ എന്ന് പറയും. നമ്മുടെ ആത്മാവിലൂടെ അത് ലോകം മുഴുവനിലേക്ക് ഒഴുകണം. ഇപ്പോൾ ഈ നിമിഷം നമ്മളത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ ഈ പീഠാനുഭവവും മരണവും സംസ്കാരവും ഉത്ഥാനവും 4 കാര്യങ്ങളാണ്. പീഠാനുഭവം, മരണം, സംസ്കാരം, ഉത്ഥാനം. പീഠാനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കലായിരുന്നു ആ പീഠാനുഭവം. തൻ്റെ ശരീരത്തിൽ ഈശോ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മരിച്ചിട്ടില്ല. ദൈവത്തിന് മരിക്കാൻ പറ്റില്ല. ദൈവം ജീവൻ്റെ ഉറവിടമാണ്. എന്നാൽ മരണത്തിലൂടെ ദൈവം മരണത്തിന്മേൽ വിജയം നേടുകയാണ് ചെയ്തത്.
വിശ്വസിക്കുക. മരണത്തിലൂടെ, തൻ്റെ മരണത്തിലൂടെ ദൈവം മരണത്തിൻ്റെ മേൽ വിജയം നേടി. ഈശോയുടെ ആ ശരീരം മരിച്ചു എന്ന് പറഞ്ഞാൽ ഈശോയുടെ ആത്മാവും ശരീരവും വേർപെട്ടു എന്നേ അർത്ഥമുള്ളൂ. ദൈവം ഒരിക്കലും മരിക്കുന്നില്ല. ദൈവം മരണമില്ലാത്തവനാണ്, അമർത്യനാണ്, മരണമില്ലാത്തവനാണ് ദൈവം. ആ മരണമില്ലാത്തവനെ ആളുകൾ കൂടി കൊന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരണമില്ലാത്തവനായ അവിടുന്ന് തൻ്റെ ശരീരത്തിൽ മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മരിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആത്മാവും ശരീരവും വേർപെട്ടു. യേശുവിൻ്റെ അവസാനത്തുള്ളി രക്തം വരെ വാർന്നുപോയി. യേശുവിനെ അവർ സംസ്കരിച്ചു. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു വിശുദ്ധിയുടെ പ്രവേശനത്തിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. സ്വർണ്ണ സംസ്കരിച്ചപ്പോൾ തങ്കമായി മാറി എന്ന പോലെ ശവസംസ്കാരം എന്ന് പറഞ്ഞാൽ വലിയ മഹത്വത്തിലേക്കുള്ളൊരു പ്രവേശനത്തിൻ്റെ ഒരുക്കമാണത്. ആ ഈശോയുടെ വിജയത്തെക്കുറിച്ച് നമുക്കൊന്നുകൂടി ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. പറഞ്ഞ പോലെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോസഫ് പറഞ്ഞ പോലെ നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ നമ്മളെല്ലാവരുടെയും രക്ഷയ്ക്കായി ദൈവം നന്മയാക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ, അതാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. തിരുഹൃദയത്തിൻ്റെ ആ നൊവേനയിലെ ചില പ്രാർത്ഥനകളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. പാപത്തിൻ്റെ ഭീകരത നിറഞ്ഞ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണയും കൃപയും ഒഴുകി. നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നമുക്കെല്ലാവർക്കുമായിട്ട് നന്മയാക്കി മാറ്റിയിരിക്കുന്നു. ഈശോയെ സംസ്കരിച്ചു. സംസ്കരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കണം. ഈശോയുടെ മർത്യമായ ശരീരം അമർത്യമായി മാറി, പുതിയ ഉയർത്ത ശരീരമായി മാറി ആ കബറിടത്തിൻ്റെ ഉള്ളിൽ. എന്നാൽ ജീർണിച്ചിട്ടില്ല താനും. തൻ്റെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കയില്ല. ഈശോയുടെ ആ ശരീരത്തിൽ പുതിയ രക്തമുണ്ടായി, പുത്തൻ രക്തം. അതാണ് പുതുജീവൻ. ഈശോ തൻ്റെ ആത്മാവിലൂടെ ചെന്ന് ആദവും ഹവ്വയും മുതലുള്ള ജനങ്ങളിലേക്ക് രക്ഷ അറിയിച്ച് അവരുടെ എല്ലാം പാപങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾ തടവറയിൽ കഴിയണ്ട, നിങ്ങൾ എണീക്കുവിൻ. അങ്ങനെ ആദത്തെയും ഹവ്വയെയും പാതാളത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് എടുത്തു. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും
സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ പൂവിലിറങ്ങി മഹിതാശയമേ. എല്ലാവരും ചേർന്ന് പാടാം. അന്തത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാശയമേ. സ്നേഹമുള്ളവരെയും ഉത്ഭവപാപത്തിൻ്റെ വക്താക്കളായ ആദവും ഹവ്വയെയും ആ ഉത്ഭവപാപ പുറത്ത് അതിനെ പരിഹാരം ചെയ്ത് അവരെ ഈശോ സ്വർഗത്തിലേക്ക് കയറ്റിയെങ്കിൽ ആ ഹൃദയത്തിൻ്റെ ആനന്ദവും സന്തോഷവും കാണുക. അതാണ് ഈശോയുടെ തിരുഹൃദയം. ഈശോയുടെ തിരുഹൃദയം പാപികളെ തേടി വരുന്ന ഇടയനെ പോലെയാണ്. ആ പാപിയെ തേടിക്കൊണ്ട് അവനെ കണ്ടുകിട്ടുമ്പോൾ അവനെ തോളിലേറ്റിക്കൊണ്ടുവരുന്നു. ഒരു വിശുദ്ധൻ പറയുന്നത് ഇതാണ്: അവൻ അനുതപിക്കുന്നില്ലെങ്കിൽ പോലും അവനെ തോളിലേറ്റും. കാരണം അവനെ ഈ ഇടയൻ വിട്ടുകളഞ്ഞാൽ അവനെ ഈ കർത്താവിശോമിശിഹ വിട്ടുകളയാൻ പറ്റുമോ? കർത്താവിശോമിശിഹ അവൻ്റെയും കൂടി പാപം ഏറ്റെടുത്തതാണ്. അവനെ കർത്താവ് വിട്ടുകളഞ്ഞാൽ പിന്നെ അവൻ എവിടെ പോകും? അത്രയ്ക്ക് വലുതാണ് കർത്താവിൻ്റെ ഹൃദയം. ആദത്തെയും ഹവ്വയെയും സ്വർഗത്തിലേക്ക് എടുത്ത ഹൃദയം. ആ ബോധ്യത്തോടെ നമുക്കൊന്ന് സ്തുതിച്ച്, സ്വതന്ത്രമായി സ്തുതിച്ച്, നാവിൻ്റെ കെട്ടുകൾ അഴിയുന്ന പോലെ സ്തുതിച്ച്, ഭാഷാവരത്തിൽ സ്തുതിച്ച്, ശാല ഹല ബല ഹല ബല. എല്ലാവരും അതരം തുറന്ന് സ്തുതിക്കുക, അതരം തുറന്ന് സ്തുതിക്കുക, ഭാഷാവരത്തെ സ്തുതിക്കുക, ഉയർപ്പിന്റെ മഹത്വം കണ്ട് സ്തുതിക്കുക. രാജാവ് സിയോൻ പുത്രി, നിന്റെ രാജാവ് വിജയശ്രീലാളിതനായി നിന്റെ അടുത്തേക്ക് കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നു. രഥവും കുതിരയും പടവില്ലും അവൻ ഒടിച്ചു. അവന്റെ രാജ്യം അവൻ സമാധാനത്തിലൂടെ സ്ഥാപിച്ചു. അതാണ് ഈശോ ചെയ്തത്. ഈശോ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഒരക്ഷരം പോലും ഉരിയാടാതെ യുദ്ധം ജയിച്ചു. തൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലൂടെ യുദ്ധം ജയിച്ചു. അവർ കുന്തവും ആണിയും വെച്ച് അടിച്ച് തറച്ചു കൊന്നു. എന്നാൽ ആ കൊല്ലപ്പെട്ട കുഞ്ഞാട് ആ യേശു മൂന്നാം ദിവസം ഉയർത്ത് അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ജോസഫിന്റെ സഹോദരന്മാർ ഞങ്ങൾ അവനെ കൊന്നു, ഞങ്ങൾ അവനെ ഈജിപ്തുകാർക്ക് വിറ്റു, അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്ന അവർ
കാണുകയാണ്. യോസഫ് പറയാണ്, ഞാൻ നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ ജോസഫാണ് ഞാൻ. ആ ഒരു അന്തം വിട്ട പോലെയാണ്. 3-ാം ദിവസം യേശുവിനെ കുരിശിൽ തറച്ച പടയാളികളും പീലാത്തോസും ജെറുസലേം മുഴുവൻ ഉണ്ടായിരുന്നവരെല്ലാവരും അവർ കുരിശിൽ തറച്ച് കൊന്ന യേശു ഇതാ ഉത്ഥിതനായി അവരുടെ മധ്യത്തിൽ വന്നിരിക്കുന്നത് കണ്ടു. ഇതാരുടെ ശക്തിയാണ്? പടവില്ലുകൊണ്ടാണോ? കുതിരപ്പുറത്താണോ? രഥത്തിന്റെ ശക്തിയാണോ? മനുഷ്യന്റെ പ്രവൃത്തിയുടെ ശക്തിയാണോ? അല്ല, ആത്മാവിന്റെ ശക്തി. ഈ ശക്തിയാണ് വിശ്വാസികളായ നമ്മിലേക്ക് പ്രസരിപ്പിച്ചിരിക്കുന്നതെന്നാണ് പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളിലെല്ലാം പറയുന്നത്. വിശ്വാസികളായ നമ്മളിലേക്ക് ഒഴുകുന്ന ശക്തി ഇതാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും അവനെ തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ച ശക്തി വിശ്വാസികളായ നമ്മിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വരമുയർത്തി സ്തുതിച്ചുകൊണ്ട് ആ ശക്തി നമ്മളിൽ പ്രസരിക്കട്ടെ, ആ ശക്തി നമ്മളിൽ ഒഴുകട്ടെ. ആ ശക്തി നമ്മളിലേക്ക് ഒഴുകട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശ്വാസികളായ നമ്മിലേക്ക് ഒഴുകുന്ന അവന്റെ ശക്തിയുടെ മഹനീയത എത്രമാത്രമുണ്ടെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. വിശ്വാസികളായ നമ്മിലേക്ക് വിശ്വാസികളായ നമ്മിലേക്ക് ഒഴുകുന്ന അവന്റെ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വെളിപ്പെടുത്തട്ടെ. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഞാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഉയർത്തെഴുന്നേറ്റ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. പുനരുദ്ധാനത്തിന്റെ ശക്തി നിങ്ങളോടുണ്ട്. എല്ലാവരും അധരം തുറന്ന് നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. പരിശുദ്ധാത്മശക്തി ഉയർപ്പിന്റെ ശക്തിയാണ്. ഉയർപ്പിന്റെ കർത്താവ് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കർത്താവേ, യേശുവേ, ഞങ്ങൾക്കറിയില്ല കർത്താവേ. ഉയർത്തെഴുന്നേറ്റ ഉയർപ്പിന്റെ ശക്തിയാണ് ക്രിസ്ത്യാനിയുടെ ശക്തി. നമ്മൾ വിശ്വസിക്കുന്നത് ഈ ഉയർപ്പിന്റെ ശക്തി കൊണ്ട് നമ്മളെല്ലാവരുടെയും ശരീരം അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേറ്റ് അങ്ങനെ ഉത്ഥിതനായി നമ്മൾ രണ്ടാം വരവിൽ കർത്താവിനെ എതിരേൽക്കും. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
നമ്മുടെ ശരീരം മരിക്കുമ്പോൾ നമ്മുടെ ശരീരം ജീർണിക്കുമെങ്കിലും അത് ഉത്ഥാനം ചെയ്യും എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുമ്പോഴാണ് ക്രിസ്ത്യാനിയുടെ ആത്മധൈര്യം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിയുടെ ആത്മധൈര്യം അവൻ്റെ ശരീരത്തിലുള്ള ഉയർപ്പാണ്. മക്ബായരുടെ പുസ്തകത്തിലെ അമ്മ 7 മക്കളെയും തൻ്റെ കൺമുമ്പിൽ വെച്ച് കൊല്ലുമ്പോൾ അവൾക്കുണ്ടായിരുന്ന വിശ്വാസം ഇതാണ്: നിങ്ങൾ അവരെ കൊന്നോ, ഇവരെല്ലാവരും ഉത്ഥാന ദിവസം ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾ മുഖാമുഖം കാണും. ആ വിശ്വാസമാണ് ഒരമ്മയ്ക്ക് തൻ്റെ 7 മക്കളെയും തൻ്റെ കൺമുമ്പിൽ വെച്ച് കൊല്ലുന്നത് കണ്ടു നിൽക്കാനുണ്ടായ ആത്മധൈര്യം. വിശ്വസിക്കുക. ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആ ഉത്ഥാനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയാണ്. അതാണ് ഓരോ കുർബാനയിലും കുരാശകളിൽ മുഴുവനും നമ്മളിലേക്ക് ഒഴുകുന്നത്. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉത്ഥാനം ചെയ്ത ഈശോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതിൻ്റെ പ്രകടമായ അടയാളമായിട്ടായിരുന്നു രോഗശാന്തികളെല്ലാം. ഈശോയുടെ ജീവിതകാലത്ത് നടന്ന രോഗശാന്തികളും അടയാളമായിരുന്നു. ഒരു സ്ത്രീ രക്തസ്രാവത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ പെട്ടെന്ന് യേശുവിൽ നിന്നും ശക്തി ഒഴുകി. യേശു തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? എന്നിൽ നിന്ന് ആരാ ശക്തി വലിച്ചെടുത്തേ? ഇപ്പോൾ മാനുഷികമായ ഒരു യുക്തി ഇതാണ്: അതെന്താ അവൾ യേശുവിനോട് ചോദിക്കാണ്ട് അങ്ങനെ ചെയ്തത്? യേശുവിനോട് ചോദിക്കണമായിരുന്നില്ലേ? അങ്ങനെ ഒരാൾ എന്നോട് ചോദിച്ചു, അതെന്താ സാറേ അതിൻ്റെ അർത്ഥം? യേശുവിനോട് ചോദിക്കാതെ ആ ശക്തി വലിച്ചെടുത്തത് എന്താ? ഞാൻ അതിന് ഉത്തരത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ഈശോ പറയാണ് ഈ വചനം പറയാണ്: ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം സ്നേഹിച്ചു. ഞാൻ പിതാവിൻ്റെ ഏകജാതനായ എന്നെ പിതാവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ കടിച്ചു തിന്നോ, നിങ്ങളുടേതാണ് ഞാൻ. നിങ്ങൾ എന്നോട് ചോദിക്കണ്ട എൻ്റെ ശക്തി വലിക്കാൻ. പിതാവ് നമുക്ക് വേണ്ടി തന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒന്ന് വിശ്വസിച്ചേ. ഈശോയെ പിതാവ് നമുക്ക് തന്നു കഴിഞ്ഞോ? എന്തിനു വേണ്ടി തന്നു കഴിഞ്ഞു? നമ്മളെ ജീവനുണ്ടാകാൻ വേണ്ടി, നമ്മളെ മരണത്തിൽ നിന്നും പുതിയ ജീവനിലേക്ക് വരാൻ വേണ്ടി യേശുവിനെ തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു പെർമിഷനും ചോദിക്കേണ്ട ആവശ്യമില്ല ഈശോയുടെ ശക്തി സ്വീകരിക്കാൻ. ഞാൻ നിൻ്റേതാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ ബോധ്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനുള്ള അടയാളമാണ് രോഗശാന്തി. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനത്തിന് ശേഷം, പെന്തക്കോസ്താക്ക് ശേഷം ഉടനെ തന്നെ അപ്പസ്തോലന്മാർ ചെന്ന് പെട്ടെന്ന് മുടന്തനെ സൗഖ്യപ്പെടുത്തി. അവൻ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമായിരുന്നു. ഇപ്പോൾ അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വിശ്വസിക്കുക. ആ ശക്തി നമ്മൾ ഓരോരുത്തരും ഒഴുകുന്നത്, സൗഖ്യം കിട്ടുന്നത്, ഇപ്പോൾ നിങ്ങളിൽ പലർക്കും സൗഖ്യം കിട്ടുന്നത് നിങ്ങളുടെ രോഗശാന്തിയേക്കാൾ ഉപരി കർത്താവിൻ്റെ ഈ ഉത്ഥാനത്തിൻ്റെ ശക്തിയുടെ സാക്ഷിയാകാൻ വേണ്ടിയാണ്. ആ ഉത്ഥാനത്തിൻ്റെ ശക്തി അന്നും ഇന്നും ഒന്നാണെന്നും അത് ഈ നിമിഷത്തിൽ നമ്മളിൽ ഉണ്ട് എന്നും അത് വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് സൗഖ്യം കിട്ടുന്നതിലൂടെ അത് കൃത്യമായ വിശ്വാസത്തിൻ്റെ വലിയ തലത്തിലേക്ക് നമ്മൾ ഉയരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുക, വിശ്വസിക്കുക.
താങ്ക് യു. നടുവിന് ശക്തമായി വേദനയുള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരാമോ? നടുവിന് ശക്തമായ വേദനയുള്ള ആൾ ഇപ്പോൾ കർത്താവ് അവരെ സൗഖ്യപ്പെടുത്തും. ഒരാൾ മാത്രം വരിക നടുവിന്. പിന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നടുവിന് ശക്തമായി വേദനയുള്ള ഒരാൾ ഇപ്പോൾ മുന്നോട്ട് വരിക. ഓക്കെ, രണ്ടാൾ വന്നു. ഓക്കെ, വായോ വായോ വായോ, കം, യു ആൾസോ കം, വരൂ. ഓക്കെ, ഡു യു ബിലീവ് ഗോഡ് വിൽ ഹീൽ യു? ഡു യു ബിലീവ്? വിശ്വസിക്കുന്നുവോ? ഈശോ നിങ്ങളെ സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? അവിടെ ഇരുന്നപ്പോൾ വേദന ഉണ്ടായിരുന്നില്ലേ? ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് നോക്കി, ഇപ്പോൾ വേദനയ്ക്ക് വല്ല വ്യത്യാസം ഉണ്ടോ നോക്കിയേ. പക്ഷെ വേദന ബെൽറ്റ് ഇട്ടാലും ഇല്ലേ? ആ, അവിടെ ഇരുന്നപ്പോൾ വേദന ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടം വരെ വന്നപ്പോഴേക്കും വേദനയിൽ മാറ്റമുണ്ടോയെന്നൊന്ന് നോക്കിയൊന്ന്. കുനിയാൻ പറ്റുന്നുണ്ട്. വേദന പോയോ ഇല്ലയോ നോക്കി? പോയി കണ്ടോ? നമ്മൾ വല്ലതും ചെയ്തോ? എങ്ങനെ വേദന പോയി? എന്തുകൊണ്ട് ഈ സഹോദരി അവിടെ നിന്ന് ഓടി വന്നു? എന്തുകൊണ്ട് ഓടി വന്നു? ഈ ഈശോ എന്നെ സൗഖ്യപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ആണ് ഓടി വന്നതില്ലേ? അല്ലേ? ആ വിശ്വാസമാണ് അവിടെ സൗഖ്യപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ എന്താ അവസ്ഥ? എങ്ങനെയുണ്ട് വേദന? ആണോ? പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ അടുത്തുമായ ഒന്ന് പറഞ്ഞേ. അവിടെ വന്നപ്പോൾ ഇവിടെ ആദ്യം വന്നപ്പോൾ നല്ല വേദനയോടെയാണ് വന്നത്. ഓഫീസിൽ നിന്ന് വന്നത് തന്നെ. ഇപ്പം വേദന അനുഭവപ്പെടണില്ല. ഇവിടെ അടുത്ത് വന്നൊന്ന് പറഞ്ഞേ, ഇപ്പം വേദനയുണ്ടോ? ഇപ്പം എനിക്ക് വേദനയില്ല. വന്നപ്പോൾ വേദന ഉണ്ടായിരുന്നു. ഞാൻ ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് വരുമ്പോൾ ഒക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് വേദനയില്ല. എനിക്ക് കുനിയാനൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഈ കർത്താവ് ഇവിടെ ഇരുന്ന് എല്ലാവരെയും സൗഖ്യപ്പെടുത്താൻ ശക്തനാണോ? പക്ഷെ എന്തുകൊണ്ട് ഈ സഹോദരിക്ക് അത് പെട്ടെന്ന് മനസ്സിലായി? അവരോട് പറഞ്ഞു സൗഖ്യപ്പെടും എന്ന് ഉള്ളവർ വരിക. അവിടെ നിന്ന് വേറെയും പലർക്കും ഉണ്ടായിരുന്നു, വരാമായിരുന്നു. പക്ഷെ തോന്നിയോ എങ്ങാനും ആയില്ലെങ്കിലോ? നമുക്ക് ആ വിശ്വാസത്തിലേക്ക് അങ്ങ് ഉയർന്നിട്ടില്ല. അപ്പോൾ ഇതാണ് സൗഖ്യം തരുന്ന ശക്തി, ഉയർപ്പിൻ്റെ ശക്തിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതുപോലെ നമ്മൾ എല്ലാവരെയും സൗഖ്യപ്പെടുത്തുമോ? എന്തിനാണ് സൗഖ്യപ്പെടുത്തുന്നത്? ഈ ഉയർപ്പിൻ്റെ ശക്തിയുടെ ഒരു സാക്ഷ്യമാകാൻ വേണ്ടിയാണ്. ഉയർപ്പിൻ്റെ ശക്തി. മുടന്തൻ സുഖം പ്രാപിച്ചു കഴിഞ്ഞിട്ട് അപ്പോസ്തലന്മാരുടെ കൂടെ തുള്ളിച്ചാടി നടന്നുകൊണ്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ കർത്താവിൻ്റെ ഉയർപ്പിനെ സാക്ഷ്യപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. നമുക്ക് ആ ഉയർപ്പിൻ്റെ ശക്തിയുടെ സാക്ഷ്യമായിട്ട് താങ്ക് യു. ഇനി നിങ്ങൾക്ക് പോകാം. യു ആർ ഓൾറെഡി ഹീൽഡ്. നമ്മളെല്ലാവരിലും ഈ ശക്തി ഒഴുകി നമ്മളെ സൗഖ്യപ്പെടുത്തും എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചു. ഹീലിംഗ് നമ്മൾ അച്ഛനും ഞാനും നിങ്ങൾക്ക് വേണ്ടി കരം ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. കൂടി കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ ശക്തി കൂട്ടായ്മയിലേക്ക് ഒഴുകുവാനും രോഗസൗഖ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്വരം ഉയർത്തി എല്ലാ മക്കളും ചേർന്ന് സ്തുതിക്കട്ടെ. എല്ലാ മക്കളും ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ശരീരത്തിലുള്ള എല്ലാ വേദനകളും ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാൽ, ഉത്ഥാന അനുഭവത്തിൻ്റെ ശക്തിയാൽ സാക്ഷ്യമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രോഗശക്തികളെ, ശാപശക്തികളെ യേശു നാമത്തിൽ ഇവരിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ശക്തിയായി സാക്ഷ്യമായി ഈ കൂട്ടായ്മയിലുള്ള, ഈ സമൂഹത്തിലുള്ള എല്ലാ മക്കളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ അസ്വസ്ഥതകളെയും ഏറ്റെടുക്കണമേ. ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളെയും നീക്കണമേ ഈശോയെ. കർത്താവേ, ഈ മക്കളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും പ്രയാസങ്ങളെയും നീക്കണമേ ഈശോയെ. കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തിലുള്ള എല്ലാ
സഹനങ്ങളെയും കർത്താവെ സ്വീകരിക്കണമേ, കാണണമേ. ഈ മക്കളെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവരുടെ ജീവിതത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും ആകുലതകളും, അസ്വസ്ഥതയ്ക്കും ആകുലതയും കാരണമാകുന്ന എല്ലാ ശക്തികളും, തിന്മയുടെ ശക്തികൾ, രോഗശക്തികൾ, പാപശക്തികൾ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇവരുടെ സമൂഹങ്ങളിൽ നിന്ന്, ഈ സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോകട്ടെ എന്ന് ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന, 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 കൈയടിച്ച് പാടിക്കൊണ്ട്, ആരാധന, 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 ആരാധന. കൈയടിച്ച് പാടിക്കൊണ്ട് ആത്മാവിന്റെ ശക്തമായ ഒരു അഭിഷേകം നമ്മളിൽ ഉണ്ടാകുന്നതിന്, ആത്മാവ് നമ്മളിലുണ്ട്, നമ്മളിൽ ആത്മാവ് കത്തി പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവജലത്തിനരുവിയായി എന്നിൽ കത്തിപ്പടരണമേ, ജീവജലത്തിനരുവിയായി എന്നിൽ കത്തിപ്പടരണമേ, ജീവജലത്തിനരുവിയായി എന്നിൽ കത്തിപ്പടരണമേ, ജീവജലത്തിനരുവിയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. കരങ്ങൾ ഉയർത്തി സ്വന്തമായി സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ രണ്ടുപേർ മുഖാമുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരാൾ മറ്റൊരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന പ്രാർത്ഥനാവരം ഇപ്പോൾ അഭിഷേകമാകാൻ പോവുകയാണ്. മുഖാമുഖം തിരിഞ്ഞു നിന്ന് പരസ്പരം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള എല്ലാ വരദാനങ്ങളും അഭിഷേകമാകണമേ. ഭാഷാവൃത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ വരദാനങ്ങളും അഭിഷേകമാകണമേ. പുതിയ വരദാനങ്ങൾ തുറക്കണമേ. എല്ലാ വരദാനങ്ങളും അഭിഷേകമാകണമേ. പ്രാർത്ഥനാവരം അഭിഷേകമാകണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയുടെ അടുത്തേക്ക് തിരിഞ്ഞ് ഈശോയെ നോക്കിക്കൊണ്ട് നന്ദിയോടെ ഹൃദയത്തിൽ ഈശോയുടെ ഹൃദയം
ഈശോയുടെ മാധുര്യമുള്ള ഹൃദയമേ, അങ്ങയുടെ ഹൃദയം പോലെ ഞങ്ങളുടെ ഹൃദയം ആക്കണമേ.